വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഇസ് 713 ആൻഡ് ദെയർ ഡിഫറൻസ് ഇസ് 8. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലാർജർ നമ്പർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1 എന്നൊക്കെ പറഞ്ഞിട്ട് അതാ ദ പ്രോഡക്റ്റ് ഓഫ് ദി ലാർജ് നമ്പർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1 ആൻഡ് ദ സ്മോളർ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മൾ ചെയ്തത്. അങ്ങനെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു ഡിഫറൻസും നമ്മൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, നേരത്തെ ആൻസർ കണ്ടുപിടിച്ചത്. പക്ഷേ ഇതിന്റെ കൂടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം, ഇതിൽ പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം. നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രൊഡക്റ്റ് 713 ആണ്, അതേപോലെ ഡിഫറൻസ് 8 ആണെന്നാണ് പറഞ്ഞത്. അതിൽ ചെറിയൊരു വ്യത്യാസമാണ് തന്നിട്ടുള്ളത്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റും. നമുക്കത് ചെയ്ത് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ലാർജ് നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1? അപ്പൊ ലാർജർ നമ്പർ എക്സ് ആണെങ്കിൽ അതിനോട് 1 കൂട്ടുക, ഇൻക്രീസ്ഡ് ബൈ 1. ആൻഡ് ദ സ്മോളർ നമ്പർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1. സ്മോളർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആണെങ്കിൽ അത് ഡിക്രീസ്ഡ് ബൈ 1 എന്ന് നമ്മൾ എടുത്തു, y - 1. അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് വരിക എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ മലയാളം പറയുകയാണെങ്കിൽ വലിയ സംഖ്യയോട് 1 കൂട്ടിയാലുള്ളതും ചെറിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ചാലുമുള്ള അതിന്റെ ഗുണനഫലം എന്താണ്, ഇതാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ XY 713 x - y 8. അത് നമുക്ക് ഇവിടെയും എഴുതി വെക്കാം. ഓക്കെ, സോ XY ഈക്വൽ ടു 713 x - y ഈക്വൽ ടു 8. ഇതാണ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ലാർജർ നമ്പർ ഏതാ? എക്സ് ആണ് ലാർജർ നമ്പർ. കാരണം അതുകൊണ്ടാണ് x - y ഇവിടെ നമുക്ക് പോസിറ്റീവ് കിട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ലാർജ് നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1? x + 1. സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1, y - 1. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അതിൽ ഈ x - y = 8 എന്നുള്ള കാര്യം ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ഇതിന്റെ പ്രൊഡക്റ്റ് എന്താന്ന് കാണാം. x × y എന്താണ്? xy ആണ്. x × -1 എന്താണ്? -x ആണ്. അതേപോലെ y × 1 എന്താണ്? y ആണ്, +y. പിന്നെ അതേപോലെ 1 × -1 എന്താണ്? -1 ആണ് വരിക. കറക്റ്റ് അല്ലേ? സോ ഇതില് നിങ്ങൾക്ക് അറിയുന്നതാണ് x - y = 8 എന്ന് നിങ്ങൾക്ക് അറിയാം. x - y = 8 നിങ്ങൾക്ക് അറിയാം. സോ അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ xy ഇവിടെ ഒരു മൈനസ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുക. മൈനസ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ x - y എന്നാണ് വരിക. അതെങ്ങനെ ഇങ്ങനെ വരുന്നത്? -x, ഈ ഒരു മൈനസ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. -x എന്താ വരിക? -x. -y അത് +y. അത് നിങ്ങളുടെ നെഗറ്റീവ് നമ്പേഴ്സിലുള്ള കാര്യമാണ്. രണ്ട് നെഗറ്റീവ് നമ്പറിന്റെ പ്രോഡക്റ്റ് എന്താണ്? പോസിറ്റീവ് ആണ്. അത് നിങ്ങളുടെ നെഗറ്റീവ് നമ്പർ എന്നുള്ള ചാപ്റ്ററിലുള്ള കാര്യമാണ്. ഓക്കെ, സോ മൈനസ് × മൈനസ് പ്ലസ്, എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണം? ഈ ഒരു -1 കൂടി കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ കാണാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ XY പകരം നിങ്ങൾ എന്ത് ചെയ്യുക? 713 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് എന്താണ് x - y? x - y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 8 ആണ് അല്ലെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു -1. സോ 713 നിന്ന് നിങ്ങൾ 8ഉം 1ഉം 9 ആണ് സത്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കുറയ്ക്കേണ്ടത്. സോ നമുക്കറിയാം ഇവിടെ 713 നിന്ന് 9 കുറച്ചു കഴിഞ്ഞാൽ 704 ആണ് വരിക. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. അതായത് വലിയ സംഖ്യയോട് 1 കൂട്ടണം, ചെറിയ സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കണം. അതാണ് ചെയ്യാൻ പറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഗുണനം കണ്ടുപിടിച്ചു. അങ്ങനെ ഗുണനം കണ്ടിട്ട് XY പകരം നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള 713 x - y എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യത്തിലുള്ള 8. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം x - y = 8 നമ്മൾ നേരത്തെ എഴുതിയതാണ്. അതായത് ഇവിടെ ഉണ്ട് ഡിഫറൻസ് ഈസ് 8 അല്ലെങ്കിൽ വ്യത്യാസം 8 ആണ്. ഗുണനഫലം 713 ആണ്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനൽ ആൻസർ 704 എന്ന് കിട്ടും. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഇസ് 5 മോർ എന്നാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അത് തെറ്റാണ്. മലയാളം മീഡിയത്തിൽ കറക്റ്റ് ആണ്. ഓക്കെ, സോ 5 ലെസ് ദാൻ ദ പ്രോഡക്റ്റ് ഓഫ് ദ ലാർജർ ഓഫ് ദി നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് ദ
smaller decreased by 1. How much is the increase in the product of the larger is decreased by 1 and the smaller is increased by 1? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ മലയാളത്തിലാണെങ്കിൽ നോക്കി, രണ്ട് സംഖ്യകളിൽ വലുതിനോട് 1 കൂട്ടിയതും ചെറുതിൽ നിന്ന് 1 കുറച്ചതും തമ്മിലുള്ള ഗുണനഫലം സംഖ്യകളുടെ ഗുണനഫലത്തേക്കാൾ 5 കുറവാണ്. വലുതിൽ നിന്ന് 1 കുറച്ച് ചെറുതിനോട് 1 കൂട്ടി ഗുണിച്ചാൽ ഗുണനഫലം സംഖ്യകളുടെ ഗുണനഫലത്തേക്കാൾ എത്ര കൂടും? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം നമ്പേഴ്സ് വലുതും ചെറുതും ഏതെന്നുള്ള രീതി നമ്പേഴ്സ് എടുക്കാം. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും ലെറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആൻഡ് എക്സ് വൈ. ഓക്കെ, സോ ഇവിടെ ഏറ്റവും ആദ്യം എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ എക്സ് ഗ്രേറ്റർ ദാൻ വൈ and x comma y are the numbers. ഇപ്പൊ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇത് ആദ്യം എഴുതേണ്ട ഇങ്ങനെയല്ല, ആദ്യം ഇതാണ് എഴുതേണ്ടത്. സോ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എക്സ് വൈ ബി ദ നമ്പേഴ്സ് ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ. ഇവിടെ ആദ്യത്തെ എഴുതി പോയി, കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ചോദ്യത്തിൽ പറഞ്ഞ പോലെ പ്രോഡക്റ്റ് ഓഫ് 2 numbers is 5 less than the product of larger and the larger is increased by 1 and the smaller is decreased by 1 എന്ന് പറഞ്ഞാൽ ഇവിടെ larger is increased by 1 and smaller is decreased by 1. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ കാര്യം പ്രോഡക്റ്റിനേക്കാളും 5 കുറവാണ്. xy -5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എക്സ് പ്ലസ് അല്ല എക്സ് മൈനസ് ആണ് ചോദ്യത്തിലുള്ളത്, എക്സ് മൈനസ്. ഓക്കെ, സോ എക്സ് -1 ഇൻറ്റു വൈ +1 ഈക്വൽ ടു പ്രോഡക്റ്റിനേക്കാളും എത്ര കൂടുതലാണ്? ഇവിടെ എക്സ് വൈ പ്ലസ് എത്ര, എക്സ് വൈ പ്ലസ് എത്ര, ഇതാണ് ചോദ്യത്തിലുള്ളത്. ഓക്കെ, എക്സ് വൈ പ്ലസ് എത്ര, ഇതാണ് ചോദ്യത്തിലുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ചോദ്യത്തിൽ തന്ന ആദ്യത്തെ കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ് +1 ഇൻറ്റു വൈ -1 ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരിക എക്സ് വൈ പ്ലസ് വൈ -x -1 ഈക്വൽ ടു എക്സ് വൈ -5. ഇതാണ് നമുക്ക് ആദ്യം കിട്ടുക. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ് വൈ -x + y, ആക്ച്വലി -x അല്ല +x അല്ലെ, ഇവിടെ 1 × x അല്ലേ വരിക, 1 × x. സോ ഇവിടെ മൈനസ് ആയി വരിക. ഓക്കെ, സോ ഇവിടെ മൈനസ് വരും. -y -1 ഇസ് ഈക്വൽ ടു എന്തെന്ന് കണ്ടുപിടിക്കണം. എക്സ് വൈ പ്ലസ് എന്തെന്നാണ് കാണേണ്ടത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് അത് തൽക്കാലം ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. പക്ഷേ ഈ ആദ്യത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ y -x വന്നു, ഇവിടെ x -y വന്നു. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇക്വേഷനിൽ ഈ രണ്ട് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ പറയാ, കുറയ്ക്കാണ് ചെയ്യുന്നത്. അങ്ങനെ കുറയ്ക്കാന്ന് പറയാ, വലിയ നമ്പർ x ആണ്, ആ എക്സ് നെഗറ്റീവും ചെറിയ നമ്പർ പോസിറ്റീവും ആണെങ്കിൽ, ഇപ്പൊ വലിയ നമ്പർ 10 ആണെന്ന് വിചാരിക്കുക, ചെറിയ നമ്പർ 8 ആണെന്ന് വിചാരിക്കുക. സോ 8 - 10 ആണ് ഇവിടെ വരിക, എന്ന് പറഞ്ഞാൽ -2. ഇവിടെ ആണെങ്കിലോ 10 - 8 ആ വരിക. വലിയ നമ്പർ 10ഉം ചെറിയ നമ്പർ 8ഉം ആണെങ്കിൽ 10 - 8 ആണ് വരിക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഈ ഒരു 4ന്റെ വ്യത്യാസം ഉണ്ടാവും. കാരണം ഇവിടെ നമ്മൾ 2 കുറയ്ക്കുന്നു, ഇവിടെ 2 കൂട്ടുന്നു. സോ ഇവിടെ 2 കുറയ്ക്കുന്നു, ഇവിടെ 2 കൂട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ 4ന്റെ ഡിഫറൻസ് ആണ് വരിക. ഓക്കെ, സോ അതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യം. പക്ഷെ ഇത് എല്ലായ്പ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല. കാരണം എന്താണ്, ഇവിടെ ഇപ്പൊ നിങ്ങൾ നമ്പർ എടുക്കുന്നത് 5ഉം 1ഉം ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്സ് 5ഉം അതേപോലെ തന്നെ y 1ഉം ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കിവിടെ 1 - 5 വരും, -4 വരും. ഇവിടെയോ 5 - 1 വരും, +4 വരും. അപ്പൊ ഡിഫറൻസ് എന്താ വരിക എന്നറിയോ? പ്രോഡക്റ്റിനേക്കാൾ 8 കൂടുതലാണ് ഇവിടെ വരിക.
ഓക്കെ. സോ പ്രോഡക്റ്റിനേക്കാൾ 8 കൂടുതൽ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു വ്യത്യാസം വരും. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബ്ലത്ത് തന്ന നമ്പേഴ്സ് വെച്ച് തന്നെ ചെയ്യണം. തന്ന നമ്പേഴ്സിൽ പ്രോഡക്റ്റിനേക്കാൾ 5 കുറവ് എന്നല്ലേ പറഞ്ഞത്, നമുക്ക് അത് വെച്ച് തന്നെ ചെയ്യാം. സോ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ് ഈ 2 നമ്പർ തമ്മിലുള്ള ഡിഫറൻസ്, അത് വെച്ചിട്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക. ഓക്കെ. സോ അത് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ടേമും ഈക്വൽ ടുവിന്റെ അതർ സൈഡിലോട്ട് കൊണ്ടുപോകാം. എങ്ങനെ ചെയ്യാം, ഇവിടെ XY പ്ലസ് y മൈനസ് എക്സ് മൈനസ് 1 മൈനസ് XY പ്ലസ് 5 ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ ചെയ്ത എന്താന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ ടേമും അങ്ങോട്ട് കൊണ്ടുപോയി, ഈക്വൽ ടുവിന്റെ അപ്പുറത്തോട് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് എന്താ വരിക, XY മൈനസ് XY പരസ്പരം ക്യാൻസൽ ആയി. ഇവിടെ 5 മൈനസ് 1 എന്താ വരും, 4 ആ വരും അല്ലെ. സോ നമുക്ക് പറയാൻ പറ്റും y മൈനസ് എക്സ് പ്ലസ് 4 ഈക്വൽ ടു 0. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, എന്താണെന്നറിയോ, ഇവിടെ y മൈനസ് എക്സ് ഈക്വൽ ടു 4 എന്നല്ല ഉള്ളത്. വലിയ നമ്പറും ചെറിയ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ ഈ 2 ടേം എന്ത് ചെയ്യാന്നറിയോ, ഈക്വൽ ടുവിന്റെ അതർ സൈഡിലോട്ട് കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ മൈനസ് എക്സ് പ്ലസ് എക്സ് ആവും, y എന്നുള്ള മൈനസ് വൈ ആവും. സോ നമുക്ക് വരിക എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്നാണ് കിട്ടുക. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്നാണ് കിട്ടുക. ഓക്കെ. അപ്പൊ അതാണ് നമുക്ക് അവിടെ കിട്ടിയ റിസൾട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയാ, ഇവിടെ നമ്മുടെ ചോദ്യത്തിലുള്ള കാര്യം, നമ്മുടെ ചോദ്യം ഉണ്ടല്ലോ, ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. എക്സ് മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽ ടു പ്രൊഡക്റ്റിനേക്കാൾ എത്ര കൂടുതലാണ്, അതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ അത് നമുക്കിനി ചെയ്തു നോക്കാം. സോ ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് 1 എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇത് ഈക്വൽ ടു, ഇതിപ്പോ ആദ്യം ഇത് ഫുൾ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ആദ്യം ഫസ്റ്റ് ഇത്രയും എഴുതുക, സെക്കൻഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ. അല്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്നുകൂടി എഴുതുക. സോ എന്നിട്ട് നിങ്ങൾ നോക്കിയേ, ഇവിടെ എക്സ് വൈ, ഈ എക്സ് മൈനസ് വൈ എന്താ നമുക്ക് അറിയില്ലേ. എക്സ് മൈനസ് വൈ എന്താ, എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലെ. സോ ഈ 4 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ എക്സ് വൈ പ്ലസ് 3 ആണെന്ന് പറയാൻ പറ്റും. എക്സ് വൈ പ്ലസ് 3 ആണെന്ന് പറയാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ 2 സംഖ്യകൾ തമ്മിലുള്ള പ്രൊഡക്റ്റിനേക്കാളും 3 കൂടുതലാണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ദ product is 3 more than xy. ഈ xy എന്ന് പറഞ്ഞാലും പ്രോഡക്റ്റ് ആണ്. അപ്പൊ പ്രോഡക്റ്റ് ഓഫ് ലാർജർ മൈനസ് 1 into smaller plus 1 is 3 more than the product of numbers. 3 more than, ഇവിടെ എഴുതാം the product of numbers, the product of numbers. ഇത്രയും നമുക്ക് എഴുതാൻ പറ്റും. ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. മലയാള മീഡിയത്തിലാണെങ്കിൽ ഈ ഒരു വലിയ സംഖ്യയോട് 1 കുറച്ചതും ചെറിയ സംഖ്യയോട് 1 കൂട്ടിയതുമായിട്ടുള്ള ഗുണനഫലം സംഖ്യകളുടെ ഗുണനഫലത്തെക്കാളും 3 കൂടുതലായിരിക്കും. അതാണ് പറയേണ്ടത്. ഓക്കെ. സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലാർജർ ഓഫ് ദി നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് ദ സ്മോളർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1 ഈസ് 540. നമുക്ക് ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്നെടുക്കാം. എക്സ് വൈ ആണ് നമ്പേഴ്സ് എന്നെടുക്കാം. ബി ദ നമ്പേഴ്സ് എന്നെടുക്കാം. numbers. Okay. So ഇനി നിങ്ങൾ നോക്കിയേ, the product of larger of 2 numbers is increased by 1 എന്ന് പറഞ്ഞാൽ x plus 1 വലുതിനോട് 1 കൂട്ടി, ചെറുതിൽ നിന്ന് 1 കുറച്ചു, y minus 1 തമ്മിലുള്ള ഗുണനഫലം 540 ആണ്. The product of the larger decreased by 1 and the smaller is increased by 1 is 560. എന്നിട്ട് പറയാണ് ഇവിടെ x minus 1 into y plus 1 is equal to 560 ആണ്. ഓക്കെ. 560 ആണ്. എന്നിട്ട് ചോദിക്കാണ് 2 സംഖ്യകളിൽ. ഓക്കെ. എന്നിട്ട് ചോദിക്കാണ്, എന്താ ചോദ്യം,
വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് themselves? ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്താ? എക്സ് വൈ എന്താണെന്നാണ് ചോദിക്കുന്നത്. സംഖ്യകളുടെ ഗുണനഫലം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ കിട്ടിയ കാര്യം പ്രോഡക്റ്റ് ഓഫ് ദി ലാർജർ ഓഫ് ടു നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ ഡിക്രീസ്ഡ് ബൈ 1 540, അതേപോലെ തന്നെ ലാർജർ -1 സ്മോളർ +1 അല്ലെ, അത് 560. അത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അപ്പുറത്ത് പോയിട്ട് ജസ്റ്റ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾ നോക്കിയേ, സോ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും എന്താണ് ഇപ്പൊ നമ്മൾ എഴുതിയ കണ്ടീഷൻ അല്ലേ, അത് നമ്മൾ നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. x-1 ഇൻറ്റു y+1 ഈക്വൽ ടു എന്താ പ്രോഡക്റ്റ് വരിക? ഇവിടെ xy മൈനസ് ആക്ച്വലി പ്ലസ് എക്സ് വരും അല്ലെ, -y -1 വരും. അതേപോലെ തന്നെ ഇവിടെ x+1 ഇൻറ്റു y-1 ഈക്വൽ ടു എന്താ വരിക? xy മൈനസ് എക്സ് പ്ലസ് y -1. അപ്പൊ നമ്മളോട് പറഞ്ഞത് ഈ നമ്പർ ഈക്വൽ ടു 560 ആണ്, ഈ നമ്പർ ഈക്വൽ ടു 540 അല്ലേ? ജസ്റ്റ് നോക്കാം, ഇവിടെ x-1 ആയപ്പോ 560, x+1 ആയപ്പോ 540, x+1 ആകുമ്പോ 540. കറക്റ്റ് ആണ് നമ്മൾ എഴുതിയത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇത് നേരെ നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 1+2 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക xy + xy 2xy വരും. ഈ പ്ലസ് എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ആയിപ്പോയി, -y + y ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ ഒരു -2 വരും, ഈക്വൽ ടു 540 + 560 എന്ന് പറയുമ്പോൾ 1100 ആണ് വരിക. 1100 എന്ന് പറഞ്ഞാല് 2xy ഈസ് ഈക്വൽ ടു എന്താ പറയുക? ഈ -2 ഇങ്ങോട്ട് വരുമ്പോ ആഡ് ആവും അല്ലെ. സോ 1102 വരും. 1102 വരും. xy എന്ന് പറയുമ്പോ ഇതിന്റെ പകുതി വരും. എത്രയാണ്? 1000ന്റെ പകുതി 500, 102ന്റെ പകുതി 100ന്റെ പകുതി നമുക്കറിയാം 50 ആണ്. സോ 51 വരും. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 551 അല്ലെ? നിങ്ങൾ ജസ്റ്റ് ഡബിൾ ചെയ്ത് നോക്കിയേ. 551ന്റെ ഡബിള് 1ന്റെ ഡബിള് 2, 50ന്റെ ഡബിള് 100, അപ്പൊ 102 ആയി. 500ന്റെ ഡബിൾ 1000, അപ്പൊ 1102 ആയി. കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ ഇത്ര മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. നമ്മളോട് ചോദിച്ചത് സംഖ്യകളുടെ ഗുണനഫലം എന്ത്? xy = 551. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താ? തന്നിരിക്കുന്ന രീതിയിൽ ഇക്വേഷൻ എഴുതാം, എന്നിട്ട് അതിൽ എന്താണോ വേണ്ടത്. ഇപ്പം ഇവിടെ നിങ്ങളോട് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള എന്താ പറയാ, രണ്ട് സംഖ്യകൾ എഴുതുന്നോ അല്ലെങ്കിൽ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ രീതിയിലല്ല ചെയ്യുക. ഇവിടെ 1+2 എന്നുള്ളത് 1 - 2 വരും. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ചോദിച്ചാലും ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ഇപ്പൊ പറഞ്ഞ അതേ കാര്യം എന്താണ്? ജസ്റ്റ് ആ ഒരു ഡിഫറൻസ് എടുക്കണം. ഓക്കെ, സോ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. എന്താണെന്നറിയോ? ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ xyക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 551 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കിട്ടും. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് പേര് കൊടുക്കാൻ പറ്റും. ഇക്വേഷൻ നമ്പർ 3 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. പുട്ട് xy = 551 in ഇക്വേഷൻ നമ്പർ 1. xy = 551 ഏതിൽ കൊടുക്കണം? ഇക്വേഷൻ നമ്പർ 1 കൊടുക്കണം അല്ലെ? സോ നമുക്ക് എന്താ കിട്ടുക? xy plus x minus y minus 1 = 560 എന്നാണ് അവിടെ ഉള്ളത്. 560 അല്ലേ ആദ്യം എഴുതി? യെസ്, 560 അല്ലേ? സോ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും xyക്ക് പകരം 551 കൊടുത്താൽ 551 plus x minus y minus 1 = 560. That is x minus y = 560 minus 551 minus into +1 അല്ലെ? ഇങ്ങനെ വരും. എന്ന് പറഞ്ഞാല് x minus y എന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടുക 560 561 അല്ലെ? ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 561 551 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരിക? 10 ആണ് വരിക. സോ ഇതാണ് നമ്മുടെ
ആൻസർ എന്ന് പറയുന്നത്. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 10 ആണ് വരിക. ക്ലിയർ ആണല്ലോ, ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ നമ്പേഴ്സ്, നമ്പേഴ്സും കാണണം. നമുക്ക് എന്തൊക്കെ കിട്ടിയത്, എക്സ് മൈനസ് വൈ ഈക്വൽ ടു നമുക്ക് കിട്ടി 10 ആണെന്ന് കിട്ടി. എക്സ് വൈ ഈക്വൽ ടു നമുക്ക് കിട്ടിയത് 551 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, എന്താണ് എക്സ് എന്താണ് വൈ എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് അറിയുന്ന ഒരു ഫോർമുല ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്തായിരുന്നു ഫോർമുല, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് 5 അല്ലല്ലോ 4xy, സോറി ഫുള്ള് 500 ആയതുകൊണ്ട് 551, 4xy എന്നുള്ള കാര്യം നമുക്കറിയാം. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് 4xy എന്നുള്ള ഫോർമുല നമുക്കറിയാം. അത് എവിടുന്ന കിട്ടിയത്, നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ പറയാ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. സോ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 2ab മൈനസ് 2ab 4ab വരെ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേമിനോട് നിങ്ങൾ എത്ര കൂട്ടണം, 4ab കൂട്ടിയാലേ മൈനസ് 2ab എന്താവുള്ളൂ, പ്ലസ് 2ab ആയിട്ട് മാറുള്ളൂ. കണ്ടോ, അപ്പൊ എ മൈനസ് ബി ഹോൾ സ്ക്വയറിനോട് 4ab കൂട്ടണം, അതേപോലെ ഇവിടെ 4xy കൂട്ടണം. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ഇവിടെ എന്താ വരിക എന്നറിയോ, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എത്ര വരിക, 10 സ്ക്വയർ അല്ലെ 100 പ്ലസ് 4 into 551 ഇതാണ് വരിക. സോ ദിസ് ഇസ് ഈക്വൽ ടു 100 പ്ലസ് 551 into 4 എന്ന് പറയുമ്പോൾ 1102 2204 വരിക. 2204 വരിക. സോ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2304 വരിക. 2304 വരിക. സോ ഇത് ഏത് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ആണെന്ന് കണ്ടുപിടിക്കണം. 2304 എന്ന് പറയുമ്പോൾ ഏത് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ആണെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഇവിടെയുള്ള അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. എങ്ങനെയാ ഇപ്പൊ 2304 ഒക്കെ കണ്ടുപിടിക്കുക? സോ എന്താ പറയാ, 25ന്റെ ആക്ച്വലി ഇതില് നമുക്ക് എങ്ങനെയാ ഇപ്പൊ ഇത് കാണാനുള്ള ഒരു എളുപ്പ വഴി എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1600 40ന്റെ സ്ക്വയർ ആണ്. 50ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് പോലെ ചെയ്യാം. അതായത് 40ന്റെ സ്ക്വയർ നമുക്ക് ഇവിടെ എഴുതാം. 40ന്റെ സ്ക്വയർ 1600 ആണ്. 50ന്റെ സ്ക്വയർ 2500 ആണ്. അതിന്റെ ഇടയിലാണ് 2304 ഉള്ളത്. ഈ ലാസ്റ്റ് നമ്പർ എന്താ പറയാ 4 ആണുള്ളത് അല്ലെ. സോ 4 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ എന്തായാലും 40ഉം 50ഉം ആണല്ലോ നമ്പർ. 50ന്റെ സ്ക്വയറിന്റെ അടുത്താണ് ഇതുള്ളത്. അപ്പൊ എന്തായാലും ഒരു 48 ആ രീതിയിലൊക്കെയാണ് വരിക. 6 36 വരൂല എന്ന് പറഞ്ഞാൽ 46 വരൂല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ 49 വരൂ. 9ന്റെ സ്ക്വയർ ലാസ്റ്റ് 1 ആണ് വരിക, 81 വരിക. 48 ആണെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 ആകുമ്പോൾ 8 8 64 ലാസ്റ്റ് 4 വരുന്നുണ്ട്. സോ നമുക്ക് 48 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഈ 47 വരൂല, 7 49 വരൂല. 46 വരൂല, 6 36 വരൂല. 45 ലാസ്റ്റ് 5 വരും. 44 വരും, 4 16 വരൂല. 42 വരും. 42 വരാൻ തീരെ ചാൻസ് ഇല്ല. അപ്പൊ ഇത് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 48 into 48 8 64 ബാക്കി 6 വരും. 4 8 32 മാറും, 38 വരും അല്ലെ, 38. പിന്നെ അതേപോലെ തന്നെ വീണ്ടും 4 8 32 ബാക്കി 3 വരും. 4 4 16 3 19. സോ 4 കണ്ടോ 2304.
അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക, കണ്ടോ. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. 40 സ്ക്വയർ 50 സ്ക്വയർ ആ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾക്ക് ഏകദേശം എന്താണ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ യൂണിറ്റ് പൊസിഷൻ, വൺസ് പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ x+y ഈസ് ഈക്വൽ ടു 2304 അല്ലേ. സോ അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 എന്ന് കിട്ടി, 48 എന്ന് കിട്ടി. x+y ഈക്വൽ ടു 48 എന്ന് കിട്ടി. ഈ x+y ഈക്വൽ ടു 48 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി എക്സും കാണാം വൈയും കാണാം. എങ്ങനെയാ കാണാം, ജസ്റ്റ് x-y-യും x+y-യും പരസ്പരം എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4 എന്ന് ഇടാം. അല്ല, ഇത് നമ്മൾ ഓൾറെഡി കൊടുത്തതാണല്ലോ അല്ലെ. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ കൊടുത്തതാണ്. സോ ഇക്വേഷൻ നമ്പർ കൊടുത്തതാണ് അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, x+y ഈക്വൽ ടു 40, അതേപോലെ ഇവിടെ x-y ഈക്വൽ ടു നമുക്ക് എത്ര 10 അല്ല കിട്ടിയത്. ഇത് രണ്ടും പരസ്പരം ആഡ് ചെയ്യുക. 2x ഈസ് ഈക്വൽ ടു എന്താ വരിക, 48ഉം 10ഉം 58 വരും. അപ്പൊ x ഈക്വൽ ടു എത്ര വരിക, 58ന്റെ പകുതി 29 ആണ് വരിക. ഇനി അതേപോലെ y-ന്റെ വാല്യൂ വരിക. ഇപ്പൊ എക്സിന്റെ വാല്യൂ 29 ആണെങ്കിൽ 29 എത്ര കുറച്ചാലാണ് 10 കിട്ടുക, വൈയുടെ വാല്യൂ 29 മൈനസ് 9 അല്ലേ വരിക, 29 മൈനസ് 19 ആണ് വരിക അല്ലെ. 29 മൈനസ് 19 ആണ് 10 വരിക. നിങ്ങൾ നോക്കിയ ഇവിടെ 19ഉം 29ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 39 പ്ലസ് 9 48 കറക്റ്റ് വരും. x-y എന്ന് പറയുമ്പോൾ നോക്കി 29 മൈനസ് 19 ചെയ്യുമ്പോൾ 10 വരും. അപ്പൊ ഈ രണ്ടെണ്ണമാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. നമ്മളോട് ചോദിച്ചത് ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ് എന്നാണ് ചോദിച്ചത്, അതിന്റെ ആൻസർ ആണ് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ എത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മളോട് പറഞ്ഞത് if the length of a rectangle is increased by 3 meters. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം തന്നെ ലെങ്ത് x, ബ്രെഡ്ത്ത് അല്ലെ, പിന്നെ പറഞ്ഞ ബ്രെഡ്ത്ത്, യെസ് ബ്രെഡ്ത്ത് y എന്ന് നമുക്ക് ആദ്യം അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ആദ്യം അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പൊ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഇസ് ഇൻക്രീസ്ഡ് ബൈ 3. അപ്പോ x+3 ആണ് പറയുന്നത്. പിന്നെ അതേപോലെ ബ്രെഡ്ത്ത് ഇസ് ഡിക്രീസ്ഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ y-2, ബ്രെഡ്ത്ത് ഇസ് ഡിക്രീസ്ഡ് ബൈ 2. ഇറ്റ്സ് ഏരിയ വുഡ് ഡിക്രീസ് ബൈ 10 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മൈനസ് എത്ര വരിക, 10 സ്ക്വയർ മീറ്റർ ഡിക്രീസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. if the length is decreased by 2 meters, if the length is decreased by 2 meters എന്ന് പറഞ്ഞാൽ x-2 and breadth is increased by 3 meters എന്ന് പറഞ്ഞാൽ ഇവിടെ +3 വരും. എന്താ വരിക, the area would increase by 30 എന്ന് പറഞ്ഞ xy +30 ആവും എന്നാണ് പറഞ്ഞത്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാംഗിൾ. നിങ്ങളോട് കാണാൻ പറഞ്ഞത് എന്താണ് എക്സ് എന്താണ് വൈ എന്നുള്ളതാണ് കാണാൻ പറഞ്ഞത്. എന്താണ് എക്സ് എന്താണ് വൈ എന്നുള്ളതാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റുക, നമ്മളിപ്പോ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തില്ല അതേ മെത്തേഡ്, ഒരു മാറ്റവും ഇല്ല. അപ്പൊ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യം, ജസ്റ്റ് പ്രോഡക്റ്റ് എടുക്കാം. പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ xy പ്ലസ് 3 ഇൻറ്റു വൈ 3y മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2x 3 ഇൻറ്റു -2 -6 ഈക്വൽ ടു xy മൈനസ് 10. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ കിട്ടുക xy പ്ലസ് 3x മൈനസ് 2y is equal to സോറി ഇവിടെ 3 ഇൻറ്റു -2 ഉണ്ടല്ലോ, -6 ഈക്വൽ ടു -6 ഈക്വൽ ടു എന്താ വരിക, xy പ്ലസ് 30 ആണ് വരിക. ഇനി നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ടേം ക്യാൻസൽ ചെയ്യാം. എങ്ങനെ ക്യാൻസൽ ചെയ്യാം, ഇവിടെ നമുക്ക് ഈ രണ്ട് ടേം ഇവിടെ വെക്കുക, ഈ -6ഉം അതേപോലെ xy ഒക്കെ എന്ത് ചെയ്യുക, അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3y മൈനസ്
2x. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എക്സ് വൈയുടെ ടേം റൈറ്റിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മൈനസ് എക്സ് വൈ ആവും. ഈ മൈനസ് എക്സ് വൈയും പ്ലസ് എക്സ് വൈ എന്താവും, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത് അതേപോലെ ക്യാൻസൽ ആയി പോകും. പിന്നെ ബാക്കി ഉണ്ടാവുക ഈക്വൽ ടുന്റെ അപ്പുറത്ത് -10 + 6. പിന്നെ ആ ഒരു എക്സ് വൈ മൈനസ് എക്സ് വൈ നമുക്ക് ജസ്റ്റ് അവിടെ എഴുതാം, പ്ലസ് എക്സ് വൈ മൈനസ് എക്സ് വൈ എന്നാണ് വരിക അല്ലെ. ഇനി നമുക്ക് ഇതൊന്ന് കിട്ടുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേമും കട്ടായി പോയി കഴിഞ്ഞാൽ ഇവിടെ -4 ആ വരും. -10 + 6 എത്ര, -4 ആണ് വരിക. അപ്പൊ അത് പോസിറ്റീവ് ആക്കി എഴുതാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നുകൂടി തിരിക്കാം. എന്താന്ന് വെച്ചാൽ ഈ -4 ഇങ്ങോട്ട് കൊണ്ടുപോവുക, എന്നിട്ട് 3y - 2x അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. എന്ന് പറഞ്ഞാൽ എല്ലാ ടേമിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എല്ലാം -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് സെയിം സംഭവം കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2x - 3y = +4. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് പേര് കൊടുക്കാം. അപ്പോ ഡൗട്ട് ഒന്നുമില്ലല്ലോ, നമ്മൾ ചെയ്ത ഇവിടെ 6 - 10 എത്രയാ, -4 ആയി വരും. ഈ -4നെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കൊണ്ടുപോയാൽ +4 ആവും. അതേപോലെ 3y അങ്ങോട്ട് പോയാൽ -3y ആവും. -2x = അപ്പുറത്തോട്ട് പോയാൽ +2x ആവും. അതാണ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ടേമിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നും പറയാം. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയത്. സോ +4 ആയിക്കോട്ടെ, ഇക്വേഷൻ കുറച്ച് സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയും ഇതേ കാര്യം ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3x - 2y ഇതാണ് ഇവിടെ ഉള്ളത്. 3x - 2y ദിസ് ഇസ് ഈക്വൽ ടു അപ്പുറത്തുള്ളത് xy + 30. ഈ -6 ഇങ്ങോട്ട് വരുമ്പോൾ +6 ആവും. ഈ xy ഇങ്ങോട്ട് വരുമ്പോൾ -xy ആവും. എന്ന് പറഞ്ഞാൽ ഇതും കട്ടാവും, ഇതും കട്ടാവും. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക 3x - 2y = 36 എന്നാണ് കിട്ടുക. 36 എന്നാണ് കിട്ടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 2 എന്ന് പേര് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് എന്താ, ലെങ്ത്തും ബ്രെഡ്ത്തും എന്തെന്നാണ് ചോദിച്ചത്. സോ 3x - 2y 36 ആണ്, 2x - 3y 4 ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്താൽ മാത്രം മതി. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇക്വേഷൻ നമ്പർ 2 ഇവിടെ എഴുതിയിട്ട് 1 ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 1 ഇവിടെ എഴുതി കഴിഞ്ഞാൽ 2x - 3y = എത്ര കിട്ടിയത്, 4 ഇല്ലേ, 4 നമ്മളിത് ഇവിടെ എഴുതി. എന്നിട്ട് ഇത് രണ്ടും നേരെ നമ്മൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 + 2 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, 3x + 2x 5x -2y - 3y - 5y = എത്ര വരിക, 40 എന്നാണ് വരിക. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടേമിലും 5 കോമൺ ആണ്. 5 എല്ലാ സ്ഥലത്തും കോമൺ ആണ്. അപ്പൊ നമ്മൾ 5 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ x - y = 40/5 എത്രയാ, 8. അപ്പൊ നമുക്ക് ബ്രാക്കറ്റിൽ എന്താ ചെയ്തതെന്ന് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്തത്. സോ ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് പേര് കൊടുക്കാം. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നേരെ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 - 2 ചെയ്താൽ 3x - 2x എത്രയാ, ഇവിടെ x വരും അല്ലെ. -2y - 3y എന്ന് പറഞ്ഞാൽ -2y - 3y എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വരും എന്താ, +y വരും. +y -2y + 3y +y വരും. സോ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 36 - 4 എത്രയാ വരിക, 32 ആണ് വരിക. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4 ആണ്. ഇനി നമുക്ക് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു തേർഡ് ഇക്വേഷനും അതേപോലെ ഫോർത്ത് ഇക്വേഷനും പരസ്പരം ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഇത് ആഡ് ചെയ്യാം. ഇക്വേഷൻ 3 + 4 ചെയ്ത് കഴിഞ്ഞാൽ x + x എത്രയാ, 2x വരും. അതേപോലെ y - y, ഇവിടെ -y ഉണ്ട്, ഇവിടെ y ഉണ്ട്, പരസ്പരം ക്യാൻസൽ ആവും. സോ 32 പ്ലസ് ഇവിടെ എത്രയായിരുന്നു, 8 അല്ലേ. സോ 40 എന്ന് വരും. അപ്പൊ എന്ന് പറഞ്ഞാൽ x = 20 എന്ന് വരും. x 20 എന്നുള്ള നിങ്ങൾ ഇവിടെ കൊടുത്താലോ, y = നിങ്ങൾക്ക് അപ്പ തന്നെ എന്ത് കിട്ടും,
12 എന്ന് കിട്ടും. എല്ലാ കണ്ടീഷനും ഓക്കെ ആയിരിക്കും. കാരണം ഇവിടെ x ഈക്വൽ ടു 20 കിട്ടിയ y ഈക്വൽ ടു 12 കിട്ടിയ നിങ്ങൾ ഇവിടെ വേണമെങ്കിൽ ഇട്ട് കൊടുത്ത് നോക്കിയേ 20 മൈനസ് 12 8 ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ 2x എന്ന് പറയുമ്പോൾ 40 മൈനസ് 3 12 36 40 മൈനസ് 36 4 ആണ് വരെ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഇപ്പൊ നമ്മൾ 4 സ്റ്റെപ്പ് ചെയ്തിട്ടല്ലേ ചെയ്തത്. 4 സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 എന്ന് പറഞ്ഞാൽ 4 ഇക്വേഷൻ ആക്കിയിട്ടല്ലേ ചെയ്തത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ജസ്റ്റ് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തും ചെയ്യാം. എങ്ങനെയാണെന്നറിയോ, ഇവിടെ ഇത് നിങ്ങൾ പഠിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിയത് 2 ഇക്വേഷൻ ഉണ്ട്, 3x മൈനസ് 2y 2x മൈനസ് 3y. ആദ്യത്തെ ഇക്വേഷന് നിങ്ങൾ എന്ത് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് വരും, 6x മൈനസ് സംതിങ് എന്ന് വരും. രണ്ടാമത്തെ ഇക്വേഷന് നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോ 3 2 6x മൈനസ് സംതിങ് എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഇക്വേഷൻ അടുത്തത് ക്യാൻസൽ ചെയ്യുക. അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോ എന്താ പറയാ, ഇവിടെ ഏതെങ്കിലും എക്സിന്റെയോ വൈയുടെയോ കോഎഫിഷ്യന്റ് സെയിം ആക്കിയാലും ആൻസർ കിട്ടും എന്നുള്ള ഒരു കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. നമുക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് എന്താ പറയാ, ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 20 ആണ്. അതേപോലെ തന്നെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, 12 ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ. സോ നമുക്ക് ജസ്റ്റ് ഇതില് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യം എന്താ പറയാ, എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. സോ ഇവിടെ നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്നുള്ളതാണ്. സോ ഗുണന സമവാക്യങ്ങൾ. ഇതിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 99 into 101 ചെയ്യണം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 100 മൈനസ് 1 into 100 പ്ലസ് 1 എന്ന് ചെയ്ത് മൈൻഡിൽ തന്നെ അതിന്റെ ആൻസർ കാണാൻ പറ്റും. അങ്ങനെ കുറെ കാൽക്കുലേഷൻസ് ഒക്കെ സിമ്പിൾ ആക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ചില പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് പ്ലസ് വൈ, ആക്ച്വലി എക്സ് പ്ലസ് വൈ ഇൻറ്റു യു മൈനസ് വി, എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി, അങ്ങനെയുള്ള ഏത് മൾട്ടിപ്ലിക്കേഷനും എങ്ങനെ ചെയ്യാൻ പറ്റും, അതിലൊക്കെ കിട്ടുന്ന ഫോർമുലാസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അതേപോലെ ഒരുപാട് വ്യത്യസ്തമായ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ നിങ്ങൾ സൈഡിൽ കാണുന്നത്. വളരെ വ്യത്യസ്തമായ പ്രോബ്ലംസ്, പിന്നെ ഇതിൽ വരുന്ന കുറച്ച് ക്യൂരിയോസിറ്റീസ്, മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ പ്രോഡക്ട്സിൽ വരുന്ന ക്യൂരിയോസിറ്റി, അങ്ങനത്തെ കുറച്ച് വ്യത്യസ്തമായ കുറെ കാര്യങ്ങൾ. ഒരു നമ്പറിനോട് എന്താ പറയാ 1 കൂട്ടി, പിന്നെ അതേപോലെ തന്നെ ഒരു കലണ്ടറിലുള്ള കലണ്ടേഴ്സ് നമ്മൾ എങ്ങനെ വരിക, അതിലുള്ള 4 നമ്പേഴ്സിന്റെ കാര്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾ, വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻസ് അല്ലെങ്കിൽ 2 ഇക്വേഷൻ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1 അങ്ങനെ എന്ത് തന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം, അതിന്റെ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. എന്ത് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ മൈനസ് 1 അതെന്താണ് അതിന്റെ പ്രോഡക്റ്റ് എന്നുള്ളത് എഴുതാൻ പറ്റണം. ഓരോ ടേമും കറസ്പോണ്ടിംഗ്ലി മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അതിന്റെ ആൻസർ എത്തുക. അപ്പൊ ഇതിപ്പോ നമ്മൾ മൾട്ടിപ്ലൈ ആണ് എക്സ് വൈ, പിന്നെ അതേപോലെ എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ്, വൈ ഇൻറ്റു പ്ലസ് 1 പ്ലസ് വൈ, 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1, ഈ രീതിയിലുള്ള ടേം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നിങ്ങൾക്ക് ഇവിടെ എക്സ് പ്ലസ് 1 പകരം എക്സ് പ്ലസ് വൈ ഇൻറ്റു എന്താ പറയാ യു പ്ലസ് വി ആണെങ്കിൽ, അല്ലെ യു മൈനസ് വി ആണ്, ഏതാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതുവരെ എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി, ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. പിന്നെ വളരെ വ്യത്യസ്തമായ പ്രോബ്ലംസ് ചെയ്തു. സോ ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് പുതിയ ചാപ്റ്റർ ആണ്. സോ എന്താ പറയാ, മാറിയ കാലത്ത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത്ര മാത്രമേ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.